ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുവാണ്. ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓൺ സർഫസസ്, അതാണ് ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ 2 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. അതിൻ്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അതെല്ലാം നോക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രം ചാപ്റ്റർ 3 വരിക. അപ്പോൾ ഈ ചാപ്റ്റർ 3 എന്ന് പറയുന്നത് വളരെ കുഞ്ഞു ചാപ്റ്ററാണ്. അടുത്ത് നമുക്ക് വരുന്ന ചാപ്റ്റർ 4 കുഞ്ഞു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ തീർക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ ഹെഡിങ് കണ്ടോ നിങ്ങൾ? എന്താണ് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓൺ സർഫസസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു ഫ്ലൂയിഡ് ഒരു കണ്ടെയ്നറിൽ എടുക്കുകയാണ്. കണ്ടെയ്നറിൽ എടുത്തു കഴിഞ്ഞാൽ ആ ഫ്ലൂയിഡ് എന്താണ്? റെസ്റ്റിലാണ്. ഓക്കെ, ഞാനൊരു ഫ്ലൂയിഡ് ഇങ്ങനെ ഒരു കണ്ടെയ്നറിൽ ബീക്കറിൽ എന്തെങ്കിലും എടുത്ത് വെച്ചിരുന്നാൽ ഈ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇറ്റ് ഈസ് ദറ്റ് റെസ്റ്റ്. അപ്പോൾ ഈ റെസ്റ്റിലിരിക്കുന്ന ഫ്ലൂയിഡിലേക്ക് ഞാനൊരു ബോഡി അങ്ങ് ഇമേഴ്സ് ചെയ്യുവാണ്. ഇങ്ങനെ ഇമേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും അതിപ്പോൾ ഫുള്ളി ഇമേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ പാർഷ്യലി ഇമേഴ്സ് ചെയ്യാം. ബട്ട് ഈ ബോഡിയിലേക്ക് എന്ത് അനുഭവപ്പെടും? ഒരു ഫോഴ്സ്, ഈ ചുറ്റുമുള്ള വാട്ടർ കാരണം ഈ ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഫോഴ്സ് എക്സെർട്ടഡ് ബൈ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ്. റെസ്റ്റിലിരിക്കുന്ന ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം നമുക്കിത് റിലേറ്റഡ് നോക്കാനുള്ളത് ടോട്ടൽ പ്രഷറാണ്. അപ്പോൾ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, ബട്ട് അതിൻ്റെ മറ്റൊരു പേര് അറിയണം, ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഓക്കെ, ഇറ്റ് ഈസ് ആക്ച്വലി ഫോഴ്സാണ്. പേര് പറയുമ്പോൾ നമ്മൾ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നതേ ഉള്ളൂ. പക്ഷേ ഇതെന്താണ്? ഒരു ഫോഴ്സാണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ ആണ്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എഗെയിൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുക്കുന്നു. ഓക്കെ, ഇനി ഞാൻ ഈ വെള്ളം എടുത്തിട്ട് ഇതിനകത്തേക്ക് ഞാൻ ഒരു ബോഡി ഇമേഴ്സ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു ക്യൂബ് എന്തെങ്കിലും ആണ് ഇമേഴ്സ് ചെയ്യുന്നതെന്ന് വയ്ക്കാം. അപ്പോൾ എന്തെയും ഈ ചുറ്റുമുള്ള വാട്ടറിൽ നിന്നും ഞാൻ പറഞ്ഞു ഇതിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ആൻഡ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഫോഴ്സസ് എല്ലാം ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ എടുക്കുന്ന സർഫസ് ഏതാണോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഞാനിപ്പോൾ സപ്പോസ് ഈ ഒരു സർഫസ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ ഫോഴ്സാണ് എടുക്കുന്നതെന്ന് വയ്ക്കുക. ഈ ഒരു സർഫസ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മുകളിലുള്ള വാട്ടർ എന്ത് ചെയ്യും? അതിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ പ്രഷർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പോൾ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്റ്റിലിരിക്കുന്ന ഒരു ഫ്ലൂയിഡിലേക്ക് നമ്മളൊരു ബോഡി ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡിയിലേക്ക് എന്താണ്? ചുറ്റുമുള്ള വാട്ടറിൻ്റെയും ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? നമ്മൾ ഏരിയ ഓഫ് കോണ്ടാക്റ്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ദ ഫോഴ്സ് എക്സെർട്ടഡ് ബൈ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഓൺ എ സർഫസ് either plane or curved when the fluid comes in contact with the surface. അതിനെയാണ് നമ്മൾ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. ടോട്ടൽ പ്രഷറിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ തന്നെയാണ്. ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നാണ് ഇതിൻ്റെ മറ്റൊരു പേര് വരണം. ദിസ് ഫോഴ്സ് ഓൾവേസ് ആക്ട്സ് നോർമൽ ടു ദ സർഫസ്. നമ്മൾ എടുക്കുന്ന സർഫസ് ഏതാണോ അതിന് നോർമലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ടോട്ടൽ പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? F is equal to rho g a h bar. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇതിൽ ഓരോന്നും എന്താ നോക്കാം. റോ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ വാട്ടറിൻ്റെ ഡെൻസിറ്റി ആണ്, 1000 ആണ്. ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ കോമൺലി എടുക്കുന്നത് 10 ആണ്, 10 m/s². എ എന്ന് പറയുന്നത് നമ്മുടെ ഏരിയ. എന്തിൻ്റെ ഏരിയയാണ്? നമ്മുടെ ബോഡിയുടെ ഏരിയയാണ് നമ്മളവിടെ എടുക്കുന്നത്. ഓക്കെ, ടോട്ടൽ ഏരിയ ഓഫ് ഇൻക്ലൈൻ സർഫസ്. ഓക്കെ, നമ്മുടെ സർഫസ് ഏരിയ, നമ്മുടെ ബോഡിയുടെ സർഫസ് ഏരിയ ആണ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏത് സർഫസ് ആണോ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ ഏരിയ. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ക്യൂബിൽ ഈ ഒരു ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ ഏരിയ മാത്രം എടുത്താൽ മതി. ഇനി എച്ച് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എച്ച് ബാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബോഡിക്ക് അതിൻ്റെ മാസ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ടാവും. അതിന് നമ്മൾ എന്താ പറയുന്നത്? നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നാണ് പറയുന്നത്. ഈ ഹോൾ ബോഡിയുടെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സോ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെ നമ്മുടെ ഇതാണ് എൻ്റെ ബീക്കറിനകത്ത് ഞാൻ എടുത്ത് ബോഡി ഇമേഴ്സ് ചെയ്തിരിക്കുന്ന ഈ ഫ്രീ സർഫസ് എന്ന് പറയുന്ന ഇതാണ്. ആ ഫ്രീ സർഫസ് മുതൽ നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, എച്ച് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫ്രീ സർഫസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഇതാണ്. അതുമുതൽ നമ്മുടെ ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് എച്ച് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ F = rho g a h bar. ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ് വരുന്നത്. ഓക്കെ, ഇനി സെൻറ്റർ ഓഫ് പ്രഷർ എന്നുള്ള ടേമാണ് നോക്കാൻ. അതായത് എഗെയിൻ നമ്മുടെ ഒരു ബീക്കർ
അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, വാട്ടർ എടുത്തിട്ടുണ്ട്. ഇതാണ് വാട്ടറിൻ്റെ ടോപ്പ് സർഫസ്, ഫ്രീ സർഫസിൻ്റെ ലെവല്. അതിലേക്ക് ഞാനൊരു ബോഡി ഇങ്ങനെ ഇമേഴ്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ കഥയാണ്. ഇനി ഞാൻ പറഞ്ഞു എന്താണ്, ചുറ്റുമുള്ള വാട്ടറിൽ നിന്നും എന്ത് ചെയ്യും, ഇതിലേക്ക് എന്താണ് നോർമൽ ആയിട്ട് എന്ത് ചെയ്യും, ഫോഴ്സസ് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഫോഴ്സസ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാ ഡയറക്ഷനിൽ നിന്നും ആക്ട് ചെയ്യുന്നില്ലേ. അപ്പോൾ നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്താ പറയുന്നത്, നമ്മുടെ ആ ഒരു ബോഡി എന്താണോ അതിൻ്റെ ഹോൾ മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അതേപോലെ ഇവിടെ എല്ലാ പ്രഷർ ഫോഴ്സും അല്ലെങ്കിൽ എല്ലാ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസും ആക്ട് ചെയ്യുന്ന ഒരു കോമൺ പോയിൻ്റ് ഉണ്ടാവും. ഓക്കെ, പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ പ്രഷർ ഓൺ ദ സർഫസ്, അതിനാണ് നമ്മൾ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ എല്ലാ ഫോഴ്സസും ഇങ്ങനെ ഓരോ ഭാഗത്തുനിന്നും ഇങ്ങനെ എന്താണ് ഫോഴ്സ് വന്ന് ആക്ട് ചെയ്യുവാണ്. അതിന് എല്ലാം ആക്ട് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടോട്ടൽ പ്രഷർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ദ ടോട്ടൽ പ്രഷർ ഓൺ ദ സർഫസ്, അതിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഏത് ലെറ്ററാ, പി എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് പി. അപ്പോൾ നമ്മുടെ ജി എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആയിരുന്നു. അതുവരെയുള്ള ഡിസ്റ്റൻസ്, ജി വരെയുള്ള ഡിസ്റ്റൻസ് എന്താണ്, എച്ച് ബാർ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്തത്. ഫ്രീ സർഫസിൽ നിന്നും ജി വരെയുള്ള ഡിസ്റ്റൻസ് എച്ച് ബാർ എന്നാണ് ഡിനോട്ട് ചെയ്തത്. അതുപോലെ ഫ്രീ സർഫസിൽ നിന്നും ഈ പി വരെയുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എച്ച് സ്റ്റാർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, എച്ച് സ്റ്റാർ. ഓക്കെ അല്ലേ. ഇനി ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ലൈൻ ഓഫ് ആക്ഷൻ of the resultant hydrostatic forces and the corresponding surface is called center of pressure. ഓക്കെ, ഞാൻ പറഞ്ഞു ആ ബോഡിയിൽ പല ഭാഗത്തു നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഫോഴ്സസ് എല്ലാം എന്താണ് ഇൻ്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ടാവും. ആ പോയിൻ്റാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കൊരു SSCയുടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് റിസൾട്ടൻറ്റ് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് സബ്മേർജ്ഡ് സർഫസ് ഈസ് കോൾഡ്. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ എന്താണ്, പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ വിളിക്കുന്ന പേര് സെൻറ്റർ ഓഫ് പ്രഷർ ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസ് സബ്മേർജ്ഡ് ഇൻ ലിക്വിഡ്. അതായത് ഞാൻ ഇപ്പോൾ ഇതാണ് എൻ്റെ ഫ്രീ വാട്ടർ സർഫസ് എന്ന് വിചാരിക്കുക. ഇതിനകത്തേക്ക് എനിക്ക് ഒരു ബോഡി ഇമേഴ്സ് ചെയ്യുക എന്ന് പറയുമ്പം എനിക്കത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വെർട്ടിക്കലായിട്ട് ഇമേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രീ വാട്ടർ സർഫസിനെ ഹൊറിസോണ്ടലായിട്ട് ഇമേഴ്സ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാം, പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന കേസ് എന്ന് പറയുന്നത് ഈ ഇൻക്ലൈൻഡ് സർഫസിൻ്റെ കേസാണ്. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസ് ഞാൻ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, സബ്മേർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസ് ഉണ്ട്, അതിനെ ഞാൻ എന്ത് ചെയ്തേക്കുവാണ്, ഇങ്ങനെ സബ്മേർജ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം പഠിക്കുന്നതിനുള്ള കാരണം, നമ്മൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ആംഗിൾ ഏതാണ് ഇവിടെ, നമ്മുടെ ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസ് നമ്മുടെ വാട്ടർ സർഫസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ മെയ്ഡ് ബൈ പ്ലെയിൻ സർഫസ് വിത്ത് ഫ്രീ ലിക്വിഡ് സർഫസ്, അതാണ് എന്തെന്ന് പറയുന്നത്, ഈ ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ഒരു ബോഡിയെ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് വയ്ക്കുവാണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ എത്രയായിരിക്കും, ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും, ഇറ്റ് ഈസ് 90 ഡിഗ്രി. ഞാൻ ഈ എൻ്റെ ഇതിനെ ഹൊറിസോണ്ടലായിട്ട് വയ്ക്കുവാണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്തായിരിക്കും, ഇറ്റ് ഈസ് 0. ഓക്കെ, അങ്ങനെ നമുക്കത് മാറ്റി കൊടുത്താൽ മതി. അപ്പം നമ്മൾ ജനറലായിട്ടുള്ള ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി, ബാക്കി നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു വാട്ടർ സർഫസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ലിക്വിഡ് സർഫസ് കാണിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു ബോഡി, അതിന് ഞാൻ ഇൻക്ലൈൻ ചെയ്ത് വെച്ചേക്കണം, അതിൻ്റെ ആംഗിൾ തീറ്റ. ഇതിൽ നിങ്ങൾ വേറെ ഒന്നും പഠിക്കണ്ട, ഇതിൻ്റെ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് ശരിക്കും ഇതാണ് നമ്മുടെ ഇൻക്ലൈൻഡ് ബോഡി. അതിനെ നമ്മൾ കാണുന്ന രീതിയിൽ വരച്ചേക്കുക. ഇത് പ്ലാൻ വ്യൂ ആണ്, ഇതെന്ന് പറഞ്ഞാൽ സൈഡ് വ്യൂ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ബോഡിയുടെ ഈ സെൻറ്റർ ഓഫ് പ്രഷർ പി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച് സ്റ്റാർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ എച്ച് സ്റ്റാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. IG sin square തീറ്റ ബൈ AH ബാർ പ്ലസ് എച്ച് ബാർ, ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നേരത്തെ പഠിച്ചു, ρg AH ബാർ ആണ്. ബട്ട് ഇവിടെ ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് നമ്മുടെ ഈ എച്ച് ബാർ നമുക്ക് ഡയറക്റ്റ് കിട്ടത്തില്ല. പകരം എന്ത് ചെയ്യണം, സൈൻ തീറ്റ ഇൻറ്റു ഒയ് ബാർ എന്നുള്ള ഇക്വേഷൻ എടുക്കണം. ഒയ് ബാർ എന്തുവാ, നമ്മുടെ ഈ ഒരു ഫ്രീ ലിക്വിഡ് സർഫസ്, നമ്മൾ ഇവിടെ ഈ ബോഡി ഈ ഒരു ലിക്വിഡ് സർഫസിൽ നിന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്നും അതിന് പെർപെൻഡിക്കുലറായിട്ട് ഞാനൊരു ലൈൻ വരച്ചെന്ന് വെച്ചോ, അവിടെ നിന്നും നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഒയ് ബാർ എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഇൻക്ലൈൻഡ് സർഫസ് ഫ്രം ദിസ് OO സർഫസ്.
ഓക്കെ, അതായത് ഇതാണ് എൻ്റെ ഇൻക്ലൈൻഡ് സർഫസ്. അത് എന്ത് ചെയ്യുന്നു, ലിക്വിഡ് സർഫസിൽ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഇൻക്ലൈൻഡ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈനിൽ നിന്നും എൻ്റെ ബോഡിയിലേക്കുള്ള സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഒയ് ബാർ എന്ന് പറയുന്നത്. ആ ഒയ് ബാർ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് എന്തിനാണ് വേണ്ടത്, സൈൻ തീറ്റ ഇൻറ്റു ഒയ് ബാർ എന്നുള്ള ടേം നമുക്ക് എച്ച് ബാർ കണ്ടുപിടിക്കാനാണ് വേണ്ടത്. അത് കാണാതെ അങ്ങ് പഠിച്ചിരിക്കുക. ഈ രണ്ട് ഇക്വേഷൻസും കാണാതെ അറിഞ്ഞിരിക്കണം. ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ഇനി ഇതിൽ ഓരോന്നായിട്ട് എന്താ നോക്കാം. എച്ച് സ്റ്റാർ ഞാൻ പറഞ്ഞു എന്താണ്, ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ ഫ്രം ഫ്രീ സർഫസിൽ നിന്നും സെൻറ്റർ ഓഫ് പ്രഷർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച് സ്റ്റാർ എന്ന് പറയുന്നത്. ഐ ജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ് ഓഫ് ദിസ് ഇൻക്ലൈൻഡ് സർഫസ് എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് പാരലൽ ടു ഒ. ഈ ഒയ്ക്ക് പാരലായിട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് എടുക്കുകയാണ്. ഓക്കെ, അതിന് എബൌട്ടായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഐ ജി കണ്ടുപിടിക്കുന്നു. അങ്ങനെ അത് തന്നെയാണ് നമ്മൾ എന്ത് ഐ ജി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഇൻക്ലൈൻഡ് സർഫസ് എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് പാരലൽ ടു ഒ. ഓക്കെ, ഇനി എ എന്ന് പറഞ്ഞാൽ എന്താണ്, എ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏരിയ ഓഫ് ഇൻക്ലൈൻഡ് സർഫസ്. ഈ ഇൻക്ലൈൻഡ് സർഫസിൻ്റെ ടോട്ടൽ ഏരിയ ആണ് എ എന്ന് പറയുന്നത്. എച്ച് ബാർ എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഇൻക്ലൈൻഡ് ഏരിയ ഫ്രം ദ ഫ്രീ സർഫസ്. ഓക്കെ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രീ സർഫസിൽ നിന്നും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസിനാണ് എച്ച് ബാർ എന്ന് പറയുന്നത്. തീറ്റ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ എന്താണ്, ആംഗിൾ മെയ്ഡ് ബൈ പ്ലെയിൻ ഓഫ് ദ സർഫസ് വിത്ത് ഫ്രീ ലിക്വിഡ് സർഫസ്. ഇതാണ് നമ്മുടെ പ്ലെയിൻ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീ ലിക്വിഡ് സർഫസുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ഒരു ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. പിന്നെ ഒയ് ബാർ അറിയാം, ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇൻക്ലൈൻഡ് സർഫസ് ഫ്രം ഒ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. എച്ച് സ്റ്റാർ ഇസിക്കൽ ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ഇതിൽ നിങ്ങൾക്ക് മാറ്റം വരുന്നത് എന്തായിരിക്കും, ഇവിടെ നമ്മളിനി വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് പഠിക്കുമ്പോൾ അതാണ് അടുത്ത കേസ്. അതായത് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് സബ്മർജ്ഡ് ഇൻ ലിക്വിഡ്. അപ്പോൾ അതിൽ വരുമ്പോൾ എന്താണ്, തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 90 ഡിഗ്രിയാണ്. നമ്മുടെ ഈ ഒറിജിനൽ ഇക്വേഷൻ എന്തായിരുന്നു, എച്ച് സ്റ്റാർ ഇസ് ഈക്വൽ ടു ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ഇതാണ് ഇക്വേഷൻ. ഇതിൽ വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് ആകുമ്പോഴത്തേക്കും അവിടുത്തെ ആംഗിൾ തീറ്റ എത്രയാണ്, ഇറ്റ് ഈസ് 90. സൈൻ 90 എത്രയാണ്, 1 ആണ്. സോ ഐ ജി ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ എന്ന് വരും. അതാണ് ഇവിടെ ഈ ഒരു ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു ഇക്വേഷൻ പഠിച്ചപ്പോൾ ഒരു ബാക്കി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് സെൻറ്റർ ഓഫ് പ്രഷർ ലൈസ് ബിലോ സെൻട്രോയിഡ് ബിക്കോസ് ഫോർ എനി പ്ലെയിൻ സർഫസ് ദ ഫാക്ടർ ഐ ജി ബൈ എ എച്ച് ബാർ ഈസ് ഓൾവേസ് പോസിറ്റീവ്. അപ്പോൾ ഒരു വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ഓഫ് പ്രഷർ എപ്പോഴും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് താഴെയായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ബോഡി എങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇതാണ്. അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾ ജി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിന് തൊട്ട് താഴെയായിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ സെൻറ്റർ ഓഫ് പ്രഷർ. കാരണം എന്താണ്, ഈ ഐ ജി ബൈ എ എച്ച് ബാർ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അത് ഈ എച്ച് ബാറിൻ്റെ കൂടെ ആഡ് ആവുകയല്ലേ ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി ഓൾവേസ് എന്താണ്, ബിലോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയേക്കാളും താഴെയായിരിക്കും നമ്മുടെ സെൻറ്റർ ഓഫ് പ്രഷർ. അതിപ്പോൾ വെർട്ടിക്കൽ പ്ലെയിൻ സർഫസിൻ്റെ കേസിൽ മാത്രമല്ല, ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഓഫ് പ്രഷർ ലൈസ് ബിലോ സെൻട്രോയിഡ് ബിക്കോസ് ഫോർ എനി പ്ലെയിൻ സർഫസ് ഐ ജി ബൈ എച്ച് ബാർ എന്ന് പറഞ്ഞാൽ ഈസ് ഓൾവേസ് പോസിറ്റീവ്. ദ ഡീപ്പർ ദ സർഫസ് ഈസ് ഇമേഴ്സ്ഡ് ഇൻ ടു ദി ലിക്വിഡ് ഗ്രേറ്റർ ഈസ് ദ വാല്യൂ ഓഫ് എച്ച് ബാർ. അപ്പോൾ നമ്മൾ താഴേക്ക്, നമ്മളിപ്പോൾ ഫ്രീ സർഫസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇതിന് താഴേക്ക് ഞാൻ ഇവിടെയാണ് ആദ്യം എൻ്റെ ബോഡി വെച്ചത്, വീണ്ടും ഞാൻ അടുത്ത് ഇവിടെയാക്കി അങ്ങനെ താഴേക്ക് പോകുന്തോറും നമ്മുടെ എച്ച് ബാറിൻ്റെ വാല്യൂ കൂടും. നമ്മുടെ കറസ്പോണ്ടിങ് എന്താണ്, എച്ച് സ്റ്റാറിൻ്റെ വാല്യൂവും കൂടും. പക്ഷേ ഈ ജിയും പിയും എന്നുള്ള പോയിന്റ് നമ്മൾ താഴോട്ട് പോകുന്തോറും അടുത്തടുത്ത് വരുന്ന പോലെ ഇരിക്കും. മനസ്സിലായോ? താഴേക്ക് പോകുന്തോറും ജിയും പിയും അടുത്തടുത്തേക്ക് വരും. Okay, depth of center of pressure is independent of specific weight of liquid and is consequently same for all liquids. അപ്പോൾ നമ്മുടെ സെൻറ്റർ ഓഫ് പ്രഷറിൽ ഇതിലാണെങ്കിൽ നമ്മുടെ എന്താണ് സ്പെസിഫിക് വെയിറ്റ് ഓഫ് ലിക്വിഡിനെ പറ്റി എന്തെങ്കിലും ടേം ഉണ്ടോ? അതായത് നമ്മുടെ ന്യൂനെ പറ്റി അത് സ്പെസിഫിക് വെയിറ്റിൻ്റെ ഒരു ടേമും ഇതിനകത്തില്ല. സോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് സ്പെസിഫിക് വെയിറ്റ് ഓഫ് ലിക്വിഡ് ആൻഡ് ഈസ് കോൺസിക്വൻ്റ്ലി ദ സെയിം ഫോർ ഓൾ ലിക്വിഡ്സ്. ഓക്കെ, ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? ഡീപ്പർ ദ സർഫസ് ഈസ് ഇമേഴ്സ്ഡ് ഇൻ ടു ദ ലിക്വിഡ് ക്ലോസർ കംസ് ദ സെൻറ്റർ ഓഫ് പ്രഷർ ടു ദ സെൻട്രോയിഡ് ഓഫ് ദ ഏരിയ. താഴേക്ക് പോകും തോറും എന്തായാലും എച്ച് ബാർ കൂടും. ഓക്കെ, താഴേക്ക് പോകുന്തോറും എച്ച് ബാർ കൂടും. പക്ഷേ എച്ച് സ്റ്റാർ എന്ന് പറയുന്നത് ഈ ജിയുടെ എച്ച് സ്റ്റാർ നോക്കുമ്പോഴത്തേക്കും ഈ പി എന്നുള്ള പോയിന്റ് ജിയുടെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും നമുക്ക് ലിക്വിഡിൽ താഴേക്ക് പോകുന്തോറും ഡെപ്ത് കൂടുന്നതിനനുസരിച്ച്. അതാണ് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇവിടെയും നമുക്ക് ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ F = rho g a h bar തന്നെയാണ്. ഇനി പ്രഷർ ഡയഗ്രാം ഈസ് ഇൻ ദ ഫോം ഓഫ് എ ട്രപ്പിസോഡൽ പ്രിസം. കാരണം എന്താണ്, നമ്മൾ നേരത്തെയൊക്കെ പ്രഷർ ഡയഗ്രാം നമ്മൾ പഠിച്ചത് ഈ ഒരു പോയിന്റിൽ പ്രഷർ ഒക്കെ കണ്ടുപിടിക്കാനാണെങ്കിൽ ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് പ്രഷർ കൂടുന്നു. സോ ഇങ്ങനെ ഒരു ട്രയാങ്കുലർ ഷേപ്പായിരുന്നു വരുന്നു എന്ന് പറഞ്ഞത് അല്ലേ. പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ എന്താണ്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഒരു 3D ഒബ്ജക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും, ഒരു പ്രഷർ ഉണ്ടാവും. ഓക്കെ, താഴേക്ക് വരുന്തോറും എന്ത് ചെയ്യും, പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. സോ ഇതാണ് നമുക്ക് ട്രപ്പിസോയിഡൽ നിന്ന് വരുന്നത്. ഇനി ഇത് 3D ആയതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ട്രപ്പിസോയിഡൽ പ്രിസമായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ പ്രഷർ ഡയഗ്രാം ഈസ് ഇൻ ദ ഫോം ഓഫ് എ ട്രപ്പിസോഡൽ പ്രിസം. ഇനി വോളിയം ഓഫ് പ്രഷർ ഡയഗ്രാം എന്ന് പറയുന്നത് ഈക്വൽ ടു ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സർഫസ്. നമ്മൾ നേരത്തെ, അതായത് സെക്കൻഡ് ചാപ്റ്ററിലൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു പ്രഷർ ഫോഴ്സ് ഡയഗ്രാം നമ്മൾ വരച്ചിട്ട് ഇതിൻ്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ടോട്ടൽ ഫോഴ്സ് കിട്ടുമായിരുന്നു ആണല്ലോ. അതേപോലെ നമ്മുടെ ഇവിടെ ഇപ്പോൾ പറഞ്ഞതാണ്, ഒരു ട്രപ്പിസോഡൽ പ്രിസമാണ് നമുക്ക് കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. സോ ആ പ്രിസം ത്തിൻ്റെ വോളിയം എന്ത് ചെയ്യണം, വോളിയം കാൽക്കുലേറ്റ് ചെയ്യണം. വോളിയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ സർഫസിൽ ആക്ട് ചെയ്യുന്ന ഹോൾ ഫോഴ്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The center of pressure of a liquid on a plane surface immersed vertically in a static body of fluid always lies below the centroid of the surface area because. അപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ മുകളിലായിരിക്കും, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് താഴെയായിരിക്കും. അതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് ആ ഇക്വേഷൻ ബേസ് ചെയ്താണ് പറഞ്ഞത്. Ig/ah bar എന്ന് പറയുന്ന ടേം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി ഓൾവേസ് ബിലോ ആയിരിക്കും എന്ന് പറഞ്ഞു. ജിയേക്കാളും താഴെയാണ് പി എന്നുള്ള പോയിന്റ് പറഞ്ഞു. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ദ ലിക്വിഡ് പ്രഷർ ഇൻക്രീസസ് ലീനിയർലി വിത്ത് ഡെപ്ത്. Okay, the center of pressure of a liquid on a plane surface immersed vertically in a static fluid body of liquid always lies below center of surface area because എന്തുകൊണ്ടാണ് the liquid pressure increases linearly with the depth. Okay. ഇനി നമുക്ക് തരുന്ന ആ ഒരു സർഫസ് എന്ത് ഷേപ്പ് വേണമെങ്കിലും ആവാമല്ലേ. അപ്പം അതിൻ്റെ എല്ലാം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെ വരും, അതിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും, Ig എങ്ങനെ കണ്ടുപിടിക്കും, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം ജസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു റെക്റ്റാങ്കുലർ സർഫസ്. അതിൻ്റെ വിഡ്ത്ത് B ആണ്, ആൻഡ് അതിൻ്റെ ഈ ഒരു ടോട്ടൽ ഡെപ്ത് വരുന്നത് D ആണ്. ഓക്കെ, അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ് ഇവിടെ G എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. ആൻഡ് ദിസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് താഴെ, അതായത് ബോട്ടം ഇതിൽ നിന്നും ഒരു H ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ബേസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഈ H എന്ന് പറയുന്നത് എത്രയായിരിക്കും, D/2 ആയിരിക്കും. ഒരു റെക്റ്റാങ്കിൾ അല്ലേ, അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഡെപ്തിൻ്റെ പകുതിയിൽ തന്നെ ആയിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. ഇനി ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത്. ഓക്കെ, Ig/hh നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, BD³/12. HS എന്ന് പറഞ്ഞാൽ ഇതാണ് HS എന്ന് പറഞ്ഞ എൻ്റെ ആക്സസ്. ഓക്കെ, ഈ HHന് എബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ BD³/12. അതെങ്ങനെയാണ് വരുന്നത്, നമ്മൾ ഏത് ആക്സിസ് ആണോ എടുക്കുന്നത് അതിന് പാരലായിട്ടുള്ള സൈഡിൻ്റെ ഇൻറ്റു അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതിൻ്റെ ക്യൂബ് ഡിവൈഡഡ്/12. ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അടുത്ത് ഞാനൊരു ട്രയാങ്കിൾ എടുക്കുന്നു. ട്രയാങ്കിളിൻ്റെ ബേസ് B ആണ്, അതിൻ്റെ ടോട്ടൽ ഹൈറ്റ് H ആണ്, ആൻഡ് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു ബേസിൽ നിന്നും ആ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് ഇത് എത്രയാണ് വരുന്നത്, ടോട്ടൽ ഹൈറ്റ് H ആണെന്നുണ്ടെങ്കിൽ H/3 ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ്, ½ × B × H. അത് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി Ig/hs, അതായത് ഈ ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ കണ്ടുപിടിക്കാം, BH³/36. അതാണ് അവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു സർക്കിളാണ്, അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ബേസിൽ നിന്നും H ഡിസ്റ്റൻസ് ആണ്. സോ H = D/2 ആണ് ആൻസർ വരുന്നത്. ദെൻ ഇതിൻ്റെ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ π/4 × D² ആണ്. അതിൻ്റെ Ig/hs എന്ന് പറയുന്നത് πd⁴/64. അപ്പോൾ ഇത് പ്രോബ്ലം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആവശ്യം വരും, അതുകൊണ്ടാണ് ഇപ്പോഴേ പറഞ്ഞത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. അതിന് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ സെൻറ്റർ ഓഫ് പ്രഷർ ഓൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഈസ്. ഓക്കെ, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും, നമ്മൾ പറഞ്ഞു സെൻട്രോയിഡിന് താഴെയായിരിക്കും, ബിലോ ദ സെൻട്രോയിഡ്. ആൻസർ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എസ്റ്റിമേറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ സെൻറ്റർ ഓഫ് പ്രഷർ below the free surface for a vertical or triangular plane are submerged in water with one side on the free surface, vertex downward and altitude h.
ഓക്കെ, വെർട്ടെക്സ് താഴെയാണ്, ബേസ് ഫ്രീ സർഫസിലാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ബേസ് ചെയ്ത് എങ്ങനെ ചെയ്യാമെന്ന് ആദ്യം ഒന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എച്ച് സ്റ്റാർ ഇസ് ഈക്വൽ, ഇതിപ്പോൾ വെർട്ടിക്കലായിട്ടാണ് പ്ലേസ് ചെയ്തേക്കുന്നതെന്ന് പറയുന്നത്. സോ എച്ച് ബാർ പ്ലസ് ഐ ജി ബൈ എച്ച് ബാർ. അല്ല, ഐ ജി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് ബി എച്ച് ക്യൂബ് ബൈ 36. ഒരു ട്രയാങ്കിളിൻ്റെ കേസിൽ ബി എച്ച് ക്യൂബ് ബൈ 36 ആണ്. സോ ബി എച്ച് ക്യൂബ് ബൈ 36 ഇൻറ്റു എ എച്ച് ബാർ എന്നുണ്ട്. ഓക്കെ, അതിൽ നമ്മൾ ബിയും എച്ച് ഓക്കെ ബി എച്ച് ക്യൂബ് ബൈ 36. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് h/2 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്തുവാ കണ്ടീഷൻ പറയുന്നത്? നമ്മളൊരു ട്രയാങ്കുലർ സർഫസ്, അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീ സർഫസിൽ എന്ത് ചെയ്തേക്കുവാണ്? കോയിൻസൈഡ് ചെയ്തേക്കുവാണ്. ഓക്കെ, ഫ്രീ സർഫസും ട്രയാങ്കിളിൻ്റെ ബേസും കോയിൻസൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇറ്റ് ഈസ് വെർട്ടിക്കൽ. അങ്ങനെയാണെങ്കിൽ അവിടെ സെൻറ്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഇറ്റ് ഈസ് h/2. ഇതുപോലെ നമുക്ക് പലതിൻ്റെയും പറയാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ റെക്റ്റാങ്കിളിൻ്റെ ഡെപ്ത് d ആണ്. അതിൻ്റെ ഒരു സർഫസ് ഫ്രീ സർഫസുമായിട്ട് കോയിൻസൈഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് പ്രഷർ h സ്റ്റാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2d/3 ആണ്. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കുക. കാരണം ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കണ്ടീഷൻ പറയുവാണെങ്കിൽ ഇതെപ്പോൾ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒരു വെർട്ടിക്കൽ സർഫസ് വെർട്ടിക്കലി പ്ലേസ് ചെയ്തതായിരിക്കണം നമ്മുടെ ബോഡി. അതുപോലെ തന്നെ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഈ പറയുന്ന പോലെ വാട്ടർ സർഫസുമായിട്ട് കോയിൻസൈഡ് ചെയ്തിരിക്കണം ഒരു സൈഡ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ കേസ്. അടുത്ത ട്രയാങ്കിളിൻ്റെ അപ്പെക്സ് ആണ് നമ്മുടെ ഈ ഒരു ഫ്രീ സർഫസുമായിട്ട് കോയിൻസൈഡ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ എച്ച് സ്റ്റാർ ഇസ് ഈക്വൽ ടു 3h/4 ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കേസ്, അതിൻ്റെ ബേസ് ട്രയാങ്കിളിൻ്റെ ബേസ് ആണ് ഫ്രീ സർഫസുമായി കോയിൻസൈഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ എച്ച് സ്റ്റാർ ഇസ് ഈക്വൽ ടു h/2 ആണ്. ഇനി നമ്മുടെ സർക്കിൾ എടുത്താലോ, സർക്കിൾ ഇങ്ങനെ വരുന്നു. അങ്ങനെയാണെങ്കിൽ 5d/8 ആൻഡ് ഒരു സെമി സർക്കിൾ അതിൻ്റെ ഈ ഒരു ബേസ് ഇവിടെ വരുവാണെങ്കിൽ 3πd/32. ഇത് ചോദിക്കാൻ ചാൻസ് ഇല്ല, ബട്ട് ഇത് ഇത്രയും പഠിച്ചു വയ്ക്കുക. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ എക്സാമിനൊക്കെ ആൻസേഴ്സ് നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കുക. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. താങ്ക് യു.